നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രം മുൻപുണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നും അറിയില്ല. പറഞ്ഞു വരുന്നത് ക്രിസ്മസ് ദിനത്തിൽ പുറത്തിറങ്ങിയ ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയെക്കുറിച്ചാണ്. മുൻപ് മിഖായേൽ കണ്ട് ഇഷ്ടപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ച് തിയേറ്ററിൽ എത്തിക്കുന്ന ഉണ്ണി മുകുന്ദൻ്റെയും സംഘത്തിൻ്റെയും കച്ചവട തന്ത്രം എന്തോ മലയാളികൾ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. മുൻപ് മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോഴും മേപ്പടിയാൻ ഇറങ്ങിയപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തിയേറ്ററിൽ എത്തിക്കുന്ന അതേ കച്ചവട തന്ത്രം മാർക്കോയിലും കാണാൻ സാധിച്ചു. യാതൊരു കഥയോ ഗാനങ്ങളോ കോമഡിയോ എടുത്തു പറയാൻ നല്ലൊരു സീനോ മാർക്കോയിലില്ല. കുറച്ച് വ്യക്തമായി പറഞ്ഞാൽ നായകൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അക്ഷരസ്ഫുടതയില്ലാത്ത ഡയലോഗ് പോലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മൊത്തത്തിലുള്ള ഇരുളിമയും അലർച്ചയും ടോയ്ലറ്റിൽ പോലും കോട്ടിട്ട് ചുരുട്ടും കടിച്ചു പിടിച്ച് നടക്കുന്ന നായകനേക്കാൾ വില്ലന്മാർ സിനിമയിൽ തകർത്താടി എന്നതാണ് സത്യം. 2000-ന് ശേഷം പിറന്ന പാൽ കുപ്പികൾക്കും നായകൻ്റെ മസിലിളക്കവും മസാലയും പ്രതീക്ഷിക്കുന്നവർക്കും മാത്രം ഒരുപക്ഷെ മാർക്കോ ഇഷ്ടമാകും. ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ്, 2 വില്ലന്മാരടങ്ങിയ 5 പേരല്ലാതെ മരിക്കാനും ഇടികൊള്ളാനും വേണ്ടി മാത്രം സിനിമയിൽ വേഷമിട്ടവരെ മുൻപെങ്കും കണ്ടിട്ടില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന പലരെയും വിലക്കെടുത്തിട്ടുണ്ട് എന്നതാണ് സംശയിക്കേണ്ടുന്ന കാര്യം. കുടുംബത്തോടൊപ്പമോ അല്ലാതെയോ കാണാൻ പറ്റുന്ന മലയാള സിനിമകൾക്ക് ഏറെക്കുറെ അവസാനമായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുട്ടികളെ ഉദ്ദേശിച്ചാണ് ബറോസ് ഇറക്കിയിരിക്കുന്നതെന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ പറയുമ്പോഴും കുട്ടികൾ വിളിക്കുന്ന തെറി മോഹൻലാൽ പ്രത്യക്ഷത്തിൽ കേൾക്കുന്നില്ല എന്നത് മാത്രമാണ് സമാധാനം. പീഡനക്കേസുകളുടെ അവധികൾക്കിടയിൽ രഞ്ജിത്തിനെ പോലുള്ള സംവിധായകർ വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ച് എന്താണ് സിനിമയെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ചുരുളിയും ബിരിയാണിയും മാർക്കോയും പോലുള്ള സിനിമകൾ അബദ്ധത്തിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് കണ്ട് മലയാളികൾക്ക് നാണം കെടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ഡെയിലി മലയാളി.